ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് ഉള്ളി ഉണ്ട് തന്നെ, ചെറിയ ഉള്ളിയെ അതും കൂടി ഒന്ന് നട്ട് കാണിച്ചു തരാമല്ലോ. അതൊന്ന് നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കണ്ടാ ഇതേപോലെ ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ഗ്രോ ബാഗിലാണ് നടുന്നത്. ഇത് വാഴക്കുറുക്കലയിലാണ് നടുന്നത്. ഇത് വാഴക്കുറുക്കലാണ്, പിന്നെ പൊന്നാങ്കണിയിലല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ഇലയെല്ലാം നടുന്നതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കൂടെ നടുന്നത്. കണ്ടില്ലേ, ഈ വാഴക്കുറുക്കലയിൽ ഇങ്ങനെ തറച്ചിട്ടിട്ട് വാരിയിട്ട് നിറച്ച് നമ്മളെല്ലാ കൃഷിയും എല്ലാം ചെയ്യണം. നിങ്ങളെല്ലാവരും മറ്റുള്ളവരെ പോലെ മടിച്ചു കൂടാതെ എല്ലാവരും ഇത് കൃഷി ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എല്ലാ സാധനവും, ഇപ്പം എനിക്കിപ്പോൾ ഇവിടെ ഒരു സാധനവും മേടിക്കണം. നിങ്ങളിന്നിപ്പം കാണുന്നില്ലേ, ഇതുപോലെ നിങ്ങളും, ഞാൻ കുറേയൊന്നും നട്ടിട്ടില്ല, എല്ലാവരും 5-5 എണ്ണ അത്രയും നടുന്നില്ലോ. അത് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നടുന്നത് മാത്രം. ഒന്ന് കഴിയുമ്പോഴേക്ക് ഒന്നാവാൻ വേണ്ടിയിട്ടാണ് പിന്നേക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് നടുന്നത്. അപ്പോൾ എനിക്ക് എപ്പം പച്ചക്കറിക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല. ഒന്ന് കഴിയുമ്പോഴേക്ക് മറ്റേ പച്ചക്കറി അപ്പുറമാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ നട്ടോട് നിൽക്കുന്നത്. എനിക്ക് ഈ കൃഷി എത്ര വിത്ത് കിട്ടിയാലും, ഞാൻ ഏതെങ്കിലും വളപ്പുടിയിലെല്ലാം പോയി കഴിഞ്ഞാൽ എനിക്ക് വിത്ത് കിട്ടിയാലും തൈ കിട്ടിയാലും മേടിച്ചാലൊന്നും മതിയാവില്ല. എന്നുവെച്ചാൽ ഒരു ഹരാണ്. ഇങ്ങനെ ഈ തൈ വാങ്ങിയിട്ട് നടുക, ഈ തൈ വാങ്ങി വെക്കുക, അല്ലെങ്കിൽ വിത്ത് ഞാനിവിടെ കുറേ കൊണ്ടച്ചിട്ടുണ്ട്. എന്നുണ്ട് പയര് നടാൻ കൊണ്ടച്ചിട്ടുണ്ട്, ഇതെല്ലാം കൊണ്ട് നടാൻ കൊണ്ടച്ചിട്ട് അതെല്ലാം നടണത്രേ. ഇത് കാണുന്നില്ലേ, ഇതുപോലെ നിറച്ചിട്ട് നമുക്ക് ഇതൊന്ന് നട്ടു നോക്കാലോ. വേണ്ട കുറേ പ്രാവശ്യം ഞാൻ നട്ട് എല്ലാം ഞാൻ നടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കേ നട്ടുകൊണ്ടിരിക്കല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ ആവശ്യം ഉണ്ടാവും, എപ്പോൾ നമുക്ക് സാധനം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇപ്പൊ കുറച്ച് നട്ടു, കുറച്ച് കഴിയുമ്പോൾ നടുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സാധനം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ എപ്പോൾ ഇടയ്ക്കിടയ്ക്കേ നട്ടു കൊടുക്കുന്നത്. കുറച്ച് ഇതിനകത്ത് ഇതും കൂടി നടാ. ഇത് ഉണ്ടല്ലേ, ഈ കാടും കൂടി നടാം. എന്നാൽ അത്രയല്ലേ ഇത് വേണ്ട, പ്രോട്ടീൻ മിക്സ് അത്രയല്ലേ വേണ്ട. പ്രോട്ടീൻ മിക്സത്തിന് പാട് ഇതല്ലേ, അതുകൊണ്ട് ഇതും കൂടി ഇടുക. ഇതെല്ലാം നല്ല വളമല്ലേ, ഇതെല്ലാം നല്ല വളമാണ്. നമ്മളെ മുറ്റത്തുള്ള ഇത് തേച്ചും, ഇത് പുല്ലും കാടും, പുല്ല് അവിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചാണകത്തെക്കാട്ടി നല്ല വള. അതുകൊണ്ട് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പുല്ല് ഇവിടുന്ന് വന്നൊരു മുള്ളു തറച്ചു. ഇവിടുന്ന് തറച്ചതെന്നറിയില്ല, മുള്ളോ തറച്ചതല്ല വേറെ എന്തും കാണുമെന്ന് അറിയാൻ കഴിയില്ല. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ എടുത്തു കൊണ്ടുവന്നു. കണ്ടില്ലേ, ഇതെല്ലാം ഇത് നല്ല ശരിക്കും ഇങ്ങനെ ബാടി കഴിഞ്ഞു, നല്ല പറ്റി നിൽക്കുന്നു. കണ്ടാ, ഉണ്ടല്ലേ, ഇത് നല്ലോണം ബാടിക്കഴിഞ്ഞു. ഇത് നല്ലോണം ഇട്ട് നിറച്ചിട്ട് നടാം. കണ്ടാ, നമുക്ക് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം ഞാൻ ഇതിനകത്ത് പോട്ടി മിക്സ് ചെയ്ത് നിറക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഞാൻ കാടും കൂടി ഇട്ടിട്ടുണ്ട്. ഈ ഉള്ളീൻ്റെ അകത്ത് കാടും കൂടി ഇട്ടിട്ടുണ്ട്. മറ്റേതുപോലെയല്ല. ഇതോടില്ലേ, നിങ്ങളിപ്പം കണ്ടില്ലേ, ഇത് നറക്കുന്നതെല്ലാം കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾ നറക്കുക. ഇത് പോട്ടി മിശ്രിതത്തിൽ ഞാൻ എന്തെല്ലാം ചേർത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പോട്ടി മിശ്രിതത്തിൽ പിന്നെ ചകിരിച്ചോറ്, കുമ്മായം ചേർത്തിട്ടില്ല, പിന്നെ പൊടിവളം കാലിവളം ഇല്ലായിരുന്നു, അതുകൊണ്ട് കാലിവളവും ചേർത്തിട്ടില്ല, കോഴിവളവും ഇല്ല. പിന്നെ ആട്ടും വളം കുറച്ചിട്ടു, പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, പിന്നെ കുറച്ച് ഈ വേപ്പും പിണ്ണാക്കും, എല്ലാ പിണ്ണാക്കും, ആവണക്കും പിണ്ണാക്കും എല്ലാം കൂടി ഒരു മിക്സ് ഉണ്ട്, മിക്സ് മീലുണ്ടായിരുന്നു. ആ മിക്സ് മീല് അത് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാം ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്.
അതിൽ പിണ്ണാക്കുണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്, എല്ലാ കാര്യമുണ്ട്. ആവണക്കിൻ്റെ കുരുണ്ട്, എല്ലാം ഉണ്ട്. അത് പൊടിച്ചതാണ്. അതും കൂടി ഞാൻ ഇട്ടു. എന്നിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത് ആക്കിയിട്ടുള്ളത്. അതേനി ഇതാണ് സാധനം. ഇതാ കണ്ടില്ലേ, ഇതാണ് ആ മിക്സ് എന്ന് പറഞ്ഞ സാധനം. ഇതാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി ഞാൻ ഇട്ട്. ഇതാണ് വേപ്പും പിണ്ണാക്ക്, അതിൻ്റെ എല്ലാം കൂടി മിക്സായി. ഇത് കണ്ട, ഇതാണ് ആ മിക്സാണ്. ഇതെല്ലാം ഉണ്ട് ഇതിൽ, എല്ലാ കാര്യമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടി ഞാൻ ഇട്ടിന്. അതുകൊണ്ട് ഇനിയിപ്പം ഇത് ആ ഉള്ളി ഇതിൻ്റെ അകത്ത് ഞാൻ നട്ടേ. ഉള്ളി തൈ ഇതിനകത്ത് നട്ട്, ഉള്ളി മുളച്ച് വരുന്നുണ്ട്. ഇതിങ്ങനെ എപ്പോഴും നട്ടോണ്ടെന്നാൽ നമുക്കും ഒരു കാര്യമാവുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇവിടെ അത്രേ നടുന്നില്ല, ഒരു 4 എണ്ണം നടാം ഇതിൻ്റെ അകത്ത്. ഇതൊന്നും മുങ്ങാൻ പാടില്ല, ഇതെല്ലാം മുങ്ങാൻ പാടില്ല. അതുകൊണ്ട് കണ്ടില്ലേ, ഞാൻ ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരു 4 എണ്ണം നട്ടിന്. നല്ല വീതിയിലുകൊണ്ട് ഒരു 4 എണ്ണം നട്ടിന്. ചെറുതാണ്, 2-3 വലിയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നട്ടിന്. കണ്ടില്ലേ, ഇപ്പം കണ്ടല്ലോ. ഇതിപ്പോൾ ഞാനൊന്ന് നട്ടു. ഇനിയിപ്പം മറ്റൊന്നും കൂടി നടണത്രേ. ഇപ്പോൾ കാടം അപ്പുറം കഴിഞ്ഞു പോയി. ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ അതിൽ പിന്നെ സീമക്കൊന്നിട്ട് ബായൻ്റെ ഇല ഇട്ടു. കണ്ടാ, ബായൻ്റെ ഇല ഇട്ടു, സീമക്കൊന്നിട്ടു. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കാടും കൂടി ഇടട്ടെ. എന്നാലേ നിറയും കൂടി നിറയല്ലോ, അതിനാണ് കുറച്ച് ഇതും കൂടി ഇട്ട് കാടും. ഉണ്ടല്ലേ, ഇതുപോലെ കുറച്ചും കൂടി കാടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ നിറക്കാൻ കഴിയും. നല്ല അമിഞ്ഞിന് അമിഞ്ഞ കാടാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ നിറക്കാൻ കഴിയും. അല്ലെങ്കിൽ നിറക്കാൻ കഴിയില്ല, പറ്റി നിൽക്കുന്നുണ്ട്, കാട് പൊന്തി നിൽക്കില്ല. ഇതിലേ കൂടി ഞാനിങ്ങനെ കൈതാത്ത് ഇട്ടു, അല്ല ഇങ്ങനെ അരുവിലേ കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് വേണം ഉള്ളി നടാൻ. ഉണ്ടോ, ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതിനകത്ത് ഇത് വാരി നിറക്കട്ടെ. ഇതിനിപ്പോൾ ഇതിൻ്റെ അകത്ത് വാരി നിറക്കട്ടെ. എന്നിട്ട് വേണം ഇനി ഇത് നട്ടു കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനി ആദ്യം നട്ടാൽ ഈ ഉള്ളി ഏകദേശം ആവാനാകുമ്പോഴേക്ക് നമുക്ക് ആദ്യം നട്ടു കൊടുത്താൽ ആ ഉള്ളി കഴിയുമ്പോഴേക്ക് നമുക്ക് ആദ്യം ഉള്ളി ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ചെയ്താൽ എല്ലാവരും അതുപോലെ ഒന്ന് കഴിയുമ്പോഴേക്ക് ഒന്ന് എന്നുള്ള ഭാഗത്തിന് നമ്മൾ ഇട്ട് നിറച്ച് കൊടുക്കുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളാരും കൃഷിന് മടി കാണിക്കാതെ എല്ലാവരും കൃഷിയിലേക്ക് വരിക. കൃഷിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പുറകോട്ട് പോകാൻ പറ്റില്ല. അത്രക്കും ഇഷ്ടമായിരിക്കും കൃഷി. നമ്മളിപ്പോൾ കൃഷി ചെയ്താൽ നമുക്ക് ഈ കൃഷിയിൽ നിന്നും പുറകോട്ട് പോകാനാവില്ല. എന്ത് കഴിഞ്ഞാലും നമ്മളത് ചെയ്തു പോകും. അതുകൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക് വരിക. ഇനി ഞാൻ ഈ ചെയ്യുമ്പോലെല്ലാം നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ വീട്ടുവളപ്പിലുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് നട്ടാൽ മതി. പിന്നെ കുറച്ച് എന്തെങ്കിലും ബാക്കിയുള്ള എന്തെങ്കിലും കുറച്ച് പണിക്കുക, എന്നിട്ട് നട്ടു കൊടുക്കുക. അതിന് വേണ്ട വേപ്പും പിണ്ണാക്കും വേപ്പെണ്ണയോ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ്ടു. ബാക്കിയെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. അതെല്ലാം നട്ടു കൊടുത്താൽ മതി. നമുക്ക് വേപ്പിൻ്റെ ചപ്പോ എല്ലാം നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം കണ്ടില്ലേ, ഇതിപ്പം ഞാനിവിടെ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആയില്ലേ, ഇതിപ്പോൾ സിമെൻറ്റ് ചാക്കലാണ് നട്ടിനി. മറ്റേ ഞാൻ മുമ്പ് നട്ടത് ഇതിനടുക്ക് നട്ടത് കേൻ്റെ അകത്തായിരുന്നു. കേനിലും ഇതിലും ഗ്രോ ബാഗിലും. ഇതിപ്പോൾ ഞാൻ കേനിൻ്റെ അകത്ത് നട്ടത്. ഇതിപ്പം ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് നട്ടു കൊടുക്കട്ടെ. കണ്ടാ, ഇത് അത്രേ ഉള്ളൂ, ഇതിൽ നടാനേ ഉള്ളൂ. ഇത് ചെറിയതാണ്, എല്ലാം മുളച്ച് വരുന്നേ ഉള്ളൂ. ഉണ്ടല്ലേ, ഇപ്പോൾ ഇവിടെ നട്ടിട്ട് നിങ്ങൾ ഇനി ഇതുപോലെ ചെയ്യുക, കൃഷി ചെയ്യാന്ന് എനിക്ക് പറയാനുള്ള. എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങി വാ, നമുക്ക് മുന്നോട്ട് പോകാലോ. അതുകൊണ്ട് എല്ലാവരും വന്നോ. സംശയം എന്തുണ്ടെങ്കിലും ഞാനൊക്കെ കഴിയുന്ന സംശയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക് വരും.
എന്തുണ്ടെങ്കിലും എനിക്ക് അറിയുന്ന സംശയങ്ങളാണെങ്കിൽ ഞാൻ മുഴുവനും നിങ്ങൾക്ക് പറഞ്ഞു തരും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങി വരിക. നമ്മുടെ എല്ലാ കൃഷിയും എന്തെല്ലാം നമുക്കിവിടെ ഇപ്പം എല്ലാ കൃഷിയും നമുക്കിവിടെ ആവുന്നുണ്ട്. കണ്ടില്ല, ഇത് കണ്ട, ഈ രണ്ടിലും ഞാൻ നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിരുന്ന സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ. ഗുഡ് ബൈ.